കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് ഒരു സംഭവം. നിരീശ്വരവാദം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാളയത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്രം അമ്പലനടയിൽ ദർശനം നടത്തിയതോടെ വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിരുകൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദം അതീവ ഗുരുതരമാകുന്നത് ദർശന വിവരം പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകന് നേരിടായ ക്രൂരമർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സാധാരണ ദർശനം രാഷ്ട്രീയ ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുജന ജീവിതത്തിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എന്നാൽ ഇപ്പോൾ അതിൽ പുതിയൊരു വശം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ ദർശനമാണ്. പൊതുവേദികളിൽ നിരീശ്വരവാദം തുറന്നു പറഞ്ഞു വരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുടുംബാംഗം തന്നെ പ്രമുഖ ക്ഷേത്രമായ ഗുരുവായൂരിലെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആശ്ചര്യത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സംഭവം പുറത്തു വന്നതോടെ ഇത് വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഭാഗമോ അതോ ഒരു സൂക്ഷ്മമായ രാഷ്ട്രീയ നീക്കമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അടുത്തിടെ സംസ്ഥാനത്ത് ശക്തമാകുന്ന മതരാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഈ ദർശനത്തിന് പിന്നിൽ ഉള്ള ഉദ്ദേശം എന്താണെന്നുള്ള സംശയങ്ങളും ഉയരുകയാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തെ ചിലർ സിംബോളിക് പൊളിറ്റിക്കൽ മെസ്സേജായി കാണുന്നു. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് ഈ ദർശന വിവരം പുറത്തു കൊണ്ടുവന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. സംഭവത്തെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന് നേരുണ്ടായ ക്രൂരമർദ്ദനം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഈ ആക്രമണം ഒരു വ്യക്തിപരമായ പ്രതികരണമാണോ അതോ സത്യങ്ങൾ പുറത്തു വരുന്നത് തടയാനുള്ള ശ്രമമോ എന്നതും ഇപ്പോൾ അന്വേഷണം ആവശ്യമായ വിഷയമായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഇതിനകം തന്നെ ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഒരു ഭാഗത്ത് വ്യക്തിപരമായ വിശ്വാസത്തെ രാഷ്ട്രീയ ചർച്ചയാക്കരുത് എന്നാണ് ചിലരുടെ വാദം. മറുവശത്ത് പൊതുപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ സന്ദേശം ഉണ്ടാകാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ഇതോടെ ഒരു ദർശന സംഭവം മാത്രമല്ല, മറിച്ച് വിശ്വാസം, രാഷ്ട്രീയം, മാധ്യമ സ്വാതന്ത്ര്യം എന്നീ മൂന്ന് വിഷയങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വലിയ വിവാദമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഔദ്യോഗിക പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് പുതിയ ദിശ നൽകുന്നുവെന്നത് വ്യക്തമാണ്.